ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8:30. അപ്പം കാലിക്കറ്റ് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കി വെക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ നോക്കി വെക്കാം എന്തായാലും. സോ ഞാനിവിടുന്ന് എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ ബീച്ച് റോഡിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചോളം കൂട്ടി വരുന്ന ടൈമിൽ അവിടെ ഇറങ്ങിക്കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പാരകളിൽ കയറിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടൊന്നും മാങ്ങാക്കറിയും വെള്ളപ്പം ഇത് രണ്ടും കൂടി കഴിച്ചു. പിന്നെ നേരെ പോയത് മാക്സിലേക്കാണ്. അവിടുന്ന് ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ സനക്ക് വേണമെന്ന് പറഞ്ഞാൽ സനക്ക് ചെരുപ്പും പിന്നെ ഞാനൊരു ഹാൻഡ് ബാഗ് ഒരു 3 പ്രാവശ്യമൊക്കെ ഞാൻ അവിടെ പോയപ്പോഴൊക്കെ നോക്കി വെച്ചൊരു ബാഗ്, ആ ബാഗും ഞാൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഹൈലൈറ്റിലേക്കാണ് പോയത്. അപ്പം ഞാൻ ഈ മാസ്ക് ഇടുന്നത് എന്താ വെച്ചാൽ നല്ല വെയിലാണ്, അതേപോലെ നല്ല പൊടിയാണ്, അതുകൊണ്ടാണ് മാസ്ക് ഇടുന്നത്. അല്ലാണ്ട് വ്ളോഗിൽ മാസ്ക് ഇടുന്നതല്ല കേട്ടോ. അവിടുന്ന് നേരെ ഹൈലൈറ്റിലേക്ക് പോയിട്ട് ഹൈലൈറ്റിലെത്തിയതിന് ശേഷം മിനിസോയിലേക്കാണ് ഫസ്റ്റ് പോയത്. അവിടുന്ന് എനിക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒന്നുമല്ല, എനിക്ക് നെയിലിൻ്റെ ഒരു ക്യൂട്ടിക്കിൾ പുഷറും പിന്നെ അതേപോലെ ബ്ലാക്ക് ഹെഡ് റിമൂവറും ആയിരുന്നു. മിനിസോ കണ്ടപ്പം കുറേ സാധനങ്ങൾ വാങ്ങാൻ തോന്നി. കുറേ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്, പക്ഷേ വാങ്ങിയില്ല. എപ്പോൾ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നതാണ്. കുറേ നല്ല ബുക്സ് ആയാലും ടവൽസ് ആയാലും മീൻസ് ലൈക്ക് നല്ല എന്താ പറയുക ഐസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ്. വെസ്റ്റ് സൈഡിൽ ഓഫർ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കയറണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിലെ ഡ്രസ്സായാലും ചപ്പൽസ് ആയാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ അവിടുത്തെ അങ്ങനെ ഒന്നും വാങ്ങലില്ല. പക്ഷെ ഇന്നിങ്ങനെ ഓഫറിൽ കണ്ടപ്പം ഞാനിങ്ങനെ ഒരു 2 ചെരുപ്പ് ഇങ്ങനെ നോക്കി വെച്ച്. അപ്പോൾ അവിടെ പോയി ബില്ലാക്കാൻ നേരത്തെ അവർ പറഞ്ഞത് buy 2 get 1 ആണെന്ന്. അപ്പം ഒന്നുകൂടെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബാഗ്, സൈഡ് ബാഗും കൂടെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് തെണ്ടിത്തിരിഞ്ഞായിരുന്നു. പിന്നെ ഗലിൻ്റെ അനിയന് വേണ്ടിയിട്ട് ഈ ഒരു ഷർട്ടും എടുത്തതിന് ഇതിലേക്ക് ഞാൻ വിചാരിച്ച ബഡ്ജറ്റ് ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ട് നല്ലോണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഷോപ്പിങ്ങിന് പോയാലും ഇങ്ങനെ തന്നെ കലി ആ കണ്ടതിൻ്റെ പൈസ മൊത്തം കഴിഞ്ഞ് ഇനി ഞാൻ വരൂല. എൻ്റെ മോളെ ഗായ്സ്, നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതെ, സോ നമ്മൾ ഷോപ്പ് ചെയ്ത വ്ളോഗ് ഞാൻ ഇപ്പുറത്തിട്ടിട്ടുണ്ട്. അപ്പം വാങ്ങിയ സാധനങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അതും മീൻസ് ഒന്ന് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ സാധനം, ബാക്കി 2 ക്യാഷുള്ള സാധനം. ബാക്കി ഞാൻ എൻ്റെ ഔട്ട് ഓഫ് കൺട്രോളായിട്ട് വാങ്ങിയ സാധനമാണ്. എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. കാരണം ഞാൻ വേറെ ആവശ്യങ്ങൾക്കും മീൻസ് കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് മാറ്റി വെച്ച ക്യാഷ് ഞാനൊന്ന് എടുത്തു പോയി. അത് ഓൾറെഡി ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടാക്കി അത് വാങ്ങിയൊരു സമാധാനം കിട്ടില്ല. മീൻസ് വ്ളോഗ് എടുക്കായതുകൊണ്ട് മാത്രം ഞാൻ വെബ്സൈറ്റിൽ കയറിയതാണ്. പക്ഷേ കണ്ടപ്പോൾ അറിയാണ്ട് വാങ്ങിപ്പോയി. സോ നമുക്ക് കാണിച്ചു തരാം പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പോയത് മാക്സിലേക്കായിരുന്നു. മാക്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗാണ്, കാണുന്നുണ്ടോ? ഈ ഒരു ഗോൾഡൻ കളർ ബാഗ്. ഇതിൽ അത്യാവശ്യം ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കുറേ കാലമായിട്ട് നോക്കി വെച്ചിട്ടുള്ളൊരു ബാഗ്. ഇങ്ങനെയാണ് ഈ ബാഗ് വരുന്നത്. വേറെ സ്ട്രാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ലൈക്ക് ഇങ്ങനെ ഇടാം. എൻ്റെ മുഖത്തെന്തത് ലൈറ്റിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അതാണ്. സോ ഈ ഒരു ബാഗാണ് ഫസ്റ്റ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഉച്ചക്കാണ്, അതുകൊണ്ടാണ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം. എന്തിലാവട്ടെ. അപ്പോൾ ഈ ഒരു ബാഗാണ് ഫസ്റ്റ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് 999 ആണ്.
ട്രിപ്പിൾ 9 ആണ്. ഇതൊരു 3 പ്രാവശ്യം ഞാൻ മാക്സിൽ പോയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒന്നെങ്കിൽ സ്പേസ് ഇല്ലാത്ത ബാഗ് അല്ലെങ്കിൽ ഭയങ്കര വലിയ ബാഗ്. ഈ സ്പേസ് ഇല്ലാത്ത ബാഗ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് പുറത്ത് പോകുന്ന ടൈമിൽ സ്പേസ് ഉള്ള ബാഗാണ് യൂസ് ചെയ്യാറ്. അതായത് വലിയ ബാഗ്. കുറേ ടൈം ഇങ്ങനെ നടക്കുന്ന സിറ്റുവേഷനൊക്കെ വന്ന് എനിക്ക് ഷോൾഡർ ചെറിയ വേദന വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ബാഗാകുമ്പോൾ എനിക്ക് ബാഗിലിടേണ്ട സാധനം എല്ലാം കൊള്ളുകയും ചെയ്യും, ബാക്കിയുള്ളത് കയ്യിലും പിടിക്കാം. അതാണ് ഈ ബാഗ്. പിന്നെ നമ്മൾ മാക്സിമം തന്നെ വാങ്ങിയതാണ് ഈ ചെരുപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 ആണ്. പക്ഷേ ഇത് ഓഫറിൽ ഉണ്ടായതിനാണ് 199 ആണ് കിട്ടിയത്. ഇത് ഞാൻ സനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഓൾറെഡി ഈ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് സംഭവം. ഞാൻ ഈ നൈൽ പോളിഷ് ഇട്ടതാണ്, അതുകൊണ്ട് ഇവിടെ പോയി, ചെരുപ്പെടുത്തപ്പോൾ പോയി. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വീഡിയോയിലേക്കാണ്. വീഡിയോന്ന് എടുത്ത രണ്ട് സാധനം കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു സാധനം, ഇതിങ്ങനെ അല്ലായിരുന്നു. ഈ പാക്കിൽ ഇവിടെ വേറൊരു പാക്കേജ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഓപ്പൺ ആക്കി. എന്താണെന്ന് വെച്ചാൽ ഫേസിലുള്ള പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ 3 ടൂൾസാണ്. അതിൽ ഈ ടൂൾസ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളതിനും. പക്ഷെ ഇത് പുറത്ത് നമ്മൾ ഫാൻസിയിലൊക്കെ 15 തോന്നുന്നു, 15-20 രൂപ എടുത്തത് കിട്ടും. പക്ഷേ ഇത്ര നല്ല ക്വാളിറ്റിയിൽ കിട്ടില്ല. ഇതിൻ്റെ കൈമേൽ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി. അതുകൊണ്ട് എനിക്ക് തന്നെ വേണ്ടിയിരുന്നു. ഇത് രണ്ടിൻ്റെ ആ പർപ്പസ് എന്താണെന്നും കൂടി എനിക്കറിയില്ല, പക്ഷെ ഞാൻ വാങ്ങി. അപ്പോൾ ഇത് 3 ആണ്. ഇതിൻ്റെ റേറ്റ് 260 ആണ് വന്നത്. പിന്നെ തന്നെ ഇതും സ്റ്റുഡിയോ അല്ല, മിനീസോ. ഞാൻ സ്റ്റുഡിയോ എന്നാണോ കഴിഞ്ഞതിന് മറ്റേ സാധനം കാണിച്ചതെന്ന് പറഞ്ഞെങ്കിൽ സോറി, മിനീസോ എന്നാണ് വാങ്ങിയത്. സ്റ്റുഡിയോ എന്നാണെന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇത് ക്യൂട്ടിക്കൽ പുഷറാണ്. അതായത് നെയിലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും, അതിങ്ങനെ പുഷ് ചെയ്യണം. നെയിൽ ട്യൂട്ടോറിയൽ ചോദിച്ചില്ല, എനിക്ക് കാണിച്ചു തരാൻ അറിയില്ല. ഞാൻ ആരെങ്കിലും ചെയ്യുന്ന വീഡിയോ എങ്ങാൻ കണ്ടാൽ ഞാൻ എവിടെയെങ്കിലും മീൻസ് ഏതെങ്കിലും വീഡിയോൻ്റെ സൈഡിലോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഇട്ടിട്ട് ഷെയർ ആക്കാം. ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്യണം. അതിന് ഒരു നെയിൽ കട്ടറല്ല, വേറൊരു കട്ടറുണ്ട്, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ലൈക്ക് ഇങ്ങനെ കണ്ടോ, നെയിലിൻ്റെ സൈഡിലൊന്നും ഉണ്ടാവില്ല, അപ്പം കാണിച്ചു തരാൻ പറ്റില്ല. ഇതിലുണ്ട്, ലൈക്ക് സൈഡൊക്കെ നല്ല ക്ലീൻ ആയിക്കും അങ്ങനെ അത് ചെയ്യുമ്പോൾ. അത് യൂട്യൂബിൽ നോക്കിയാൽ മതി, വേറെ ആരെങ്കിലും പോസ്റ്റ് ഉണ്ട്. എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല, അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഞാൻ കണ്ട് ചെയ്ത് എനിക്ക് ഇൻ്റെത് ചെയ്യാനറിയാം, വേറെ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാനറിയാം, പക്ഷെ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള ടൂൾസാണ്. 2 ഉണ്ടായിരുന്നു ഇതിൽ, പക്ഷെ ഒന്ന് ഞാൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ഒരു ചെറുതും ഒരു വലുതും. ഇതിന് 200 നമ്മൾ നേരെ പോയിട്ടുണ്ട് അതിൻ്റെ വെസ്റ്റ് സൈഡിലേക്കാണ്. വെസ്റ്റ് സൈഡിൽ വെറുതെ പോയതാണ്, ഒന്നും വാങ്ങണമെന്നും കൂടി വിചാരിച്ചില്ല. പക്ഷേ വെസ്റ്റ് സൈഡത്തെ ചെരുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അറൗണ്ട് നിങ്ങൾക്ക് പോയി അടുത്തുള്ള സ്റ്റോഴ്സിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവും. 1000 സംതിങ് ആണ് അവിടുത്തെ ചെരുപ്പിന് വരുന്ന റേറ്റ്. അത്ര കൊടുത്ത് എനിക്ക് വാങ്ങാൻ തോന്നില്ല. എൻ്റെ അടുത്ത് അത്യാവശ്യം ചെരുപ്പുണ്ട്, പക്ഷെ ഞാൻ പറയാറ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 3-4 ചെരുപ്പ് മാത്രമേ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോഴുള്ളൂ. ഇല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യുക. അത് അധികം എക്സ്പെൻസീവായ ചെരുപ്പുകളൊന്നുമല്ല, നോർമൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പുറത്ത് പോകുന്ന ടൈമിൽ മലേഷ്യ അങ്ങനെ ഒന്ന് വാങ്ങി കുറച്ച്, അതായത് ഓവർ റേറ്റഡ് അല്ലാത്ത കുറച്ച് ചെരുപ്പ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വാങ്ങിയ ഒരു ചെരുപ്പാണത്. ഈ ടൈപ്പ് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു സാധനം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1499 ആണ്. ഇത് ഓഫറിൽ 699 എനിക്ക് കിട്ടിയത്. ഫസ്റ്റല്ല, പിന്നെ ഈ ഒരു സാധനം ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, അടങ്ങോട്ടെ ഉണ്ടാക്കണം. പിന്നെ വാങ്ങിയത് ഈ ഒരു ചെരുപ്പാണ്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ, ഇതിൻ്റെ കളറും ഈ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1399 ആണ്, ഓഫറിൽ 699. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ 3 ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഓവറായി പോകും. അങ്ങനെ ഞാൻ എന്താക്കി 3 എടുത്തില്ല. ബില്ലാക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് buy 2 get 1 ആണെന്ന്. അങ്ങനെ ഞാൻ ഓടിപ്പോയി എടുത്ത സാധനമാണ് ഇത്. ഈ ഒരു സംഭവം. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രിൻ്റല്ല, എന്തത്, ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ഇതിട്ടിട്ട് നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ റേറ്റ്, ഒറിജിനൽ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ MRP ഉണ്ടായിരുന്നത് 499 ആണ്. പിന്നെ ഇനി ഈ ഒരു ബാഗ്, ഇതും വെസ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇതിൻ്റെ കളറ് പീച്ചാണ്, പീച്ച് കളറാണ് ഈ ഒരു ബാഗ്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഈ ഒരു സ്ലിങ്ങും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടി ഞാൻ ഇട്ട് നോക്കിയിട്ട് തീരെ മാച്ച് ഇല്ലാത്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇത് വേറെ ബാഗിൻ്റെ അപ്പുറം ഇടേണ്ടി വരും എന്തെങ്കിലും ആട്ടെ. ഈ ഒരു ബാഗ്, ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കിട്ടിയത് 499 ആണ്. നമ്മൾ കുറേ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ തുടച്ചെടുത്തു. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, സെൽഫ് കൺട്രോള് മെയിനാണ്. ഇന്നെപ്പോലെ എങ്ങനെ പോയി വാങ്ങാൻ നിൽക്കരുത്. ഞാൻ പലതിനും വേണ്ടി മാറ്റി വെച്ച പൈസയാണ് പോയത്. 2 ദിവസം അതിൻ്റെ മൈൻഡ് ഫുള്ള് ലൈക്ക് വാങ്ങിയല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്ക് നല്ലപോലെ ഉണ്ട്. സോ എന്തായാലും സെൽഫ് കൺട്രോൾ വേണം. ഇന്നെപ്പോലെ കൺട്രോൾ ഇല്ലാണ്ടായ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവില്ല ലൈഫിൽ. അതാണ് ഞാൻ ഇതിൽ നിന്നും പഠിച്ച പാഠം. സോ കൺട്രോൾ യുവർ സെൽഫ്. ഹാപ്പി ഷോപ്പിംഗ്. ബൈ. ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെങ്കിൽ, ഇപ്പോൾ വേറെയുള്ള പ്രൊഡക്റ്റ്, ഓഫറിൽ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇത് എല്ലാ മാക്സിലും കിട്ടും. ഇത് ഞാൻ വാങ്ങിയത് ഡയമണ്ട് മാളിലുള്ള മാക്സിൽ നിന്നാണ്, കോഴിക്കോട്. ആൻഡ് ബാക്കിയുള്ളതൊക്കെ വാങ്ങിയ ഹൈലൈറ്റിൽ നിന്നാണ്. മിനിസോ ഹൈലൈറ്റിൽ നിന്നാണ്. വെസ്റ്റ് സൈഡും അതേപോലെ ഹൈലൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ബാഗില്ല, ആകെ ഒരൊറ്റ ബാഗുള്ളതിന്. ചപ്പൽസ് ഒന്നും വേറെ സൈസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അതേപോലെ ഈ മന്ത് എൻഡ് വരെ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അമിതമായിട്ട് ചിലവാക്കലല്ല, വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി വാങ്ങാം. ഓക്കെ, ബൈ.